ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു കഴുത്തിൻ്റെ വൈഡ് കൂടിപ്പോയാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ അതൊന്ന് ചെറുതാക്കി എടുക്കാം എന്നല്ലേ. നമുക്കിപ്പോൾ ഇതൊരു പഴയ ഉടുപ്പാണ് കേട്ടോ. ഇതിന്റെ കഴുത്ത് കുറച്ച് വൈഡ് ആയത് കാരണം ഇത് എനിക്കുള്ളതാണ് കേട്ടോ. എനിക്കുള്ളതിൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെട്ടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, കസ്റ്റമറും കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ വൈഡൊക്കെ കൂടിപ്പോയത് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തായോ എന്നും പറഞ്ഞ് വരും. കാരണം ഒരുപാട് വൈഡൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഷാൾ ഉപയോഗിക്കാത്തവർക്ക് കഴുത്തൊക്കെ ഒരുപാട് വൈഡ് ആകുമ്പോൾ ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിത് കണ്ടല്ലോ, നല്ല വൈഡ് ഉണ്ടല്ലേ. അപ്പം നമുക്കിതൊന്ന് കുറച്ചെടുക്കാം. അപ്പം ഇത് കുറയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇതിന്ന് 1 ഇഞ്ച് വണ്ണം കുറയും കേട്ടോ. അപ്പം നമ്മൾ ഇതിന്റെ സൈഡ് 1 ഇഞ്ച് പൊളിച്ചു കൊടുക്കണം ഇതിന് പകരമായിട്ട്. പിന്നെ ചിലപ്പോൾ വണ്ണം കറക്റ്റ് ആയിട്ട് വരും. കാരണം ചിലപ്പോൾ ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്ന ഉടുപ്പാണെങ്കിൽ വണ്ണം കറക്റ്റ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഇവിടെ സൈഡ് 1 ഇഞ്ച് നമ്മൾ ലൂസാക്കി കൊടുക്കുക. അത്രയും ഒരു കാര്യം ചെയ്യാനുണ്ടായിരിക്കണം. ഇതിന്റെ സൈഡിൽ 1 ഇഞ്ച് വണ്ണം കൂട്ടാനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഈ മെത്തേഡ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പണി കിട്ടും കേട്ടോ. അപ്പം നമുക്കിതിനെ വൈഡ് കുറയ്ക്കാനുള്ള വഴി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെ തന്നെ പീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ എന്തോരം പഴയതാണെന്ന് നോക്കിക്കേ. കാരണം ഇതുമായിട്ടുള്ള കളർ വ്യത്യാസം കണ്ട. ഈ തുണിയാണ് കേട്ടോ ഇത്, അജറക്കിന്റെ. ഇത് ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് നനയ്ക്കും. ഞാൻ എല്ലാം വാഷിംഗ് മെഷീനിൽ നനയ്ക്കും. കാരണം സമയം ഇല്ലാത്തത് കൊണ്ടേ എല്ലാം കൂടെ വരിയിട്ടങ്ങ് നനയ്ക്കും. അപ്പൊ കളറെല്ലാം പോകും. അപ്പൊ ഇതായിരുന്നു ഇതിന്റെ കളർ. പക്ഷെ ഇതിനെക്കാളും നല്ല കളറായി കേട്ടോ ഇത് നനച്ചു വന്നപ്പോ. ഇതിന്റെ വേറൊരു പീസ് ഞാൻ വെച്ച് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലൊക്കെ ക്ലാസ് വർക്കൊക്കെ ചെയ്തെടുക്കുന്ന മോഡലാണ്. പിന്നെ എനിക്കായതുകൊണ്ട് ഞാൻ വലിയ റിസ്ക് ഒന്നും എടുക്കാറില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ തുണി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വേറെ തുണി ആയതുകൊണ്ട് ഇനി ഇതിന്റെ തന്നെ ബോൾ വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇത് ബോളാണ് അറിയാലോ, തെർമോക്കോളിന്റെ ബോൾ. അപ്പൊ തെർമോക്കോളിന്റെ ബോൾ വെച്ചിട്ട് ഒരു 1 2 3 4 5 6 7 8 ഒരു 8 ബോൾ ഉണ്ടാക്കണം. ഒരു 8 ബോൾ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോൾ കേട്ടോ. പക്ഷെ എന്നാലും ഒരറ്റം മാത്രം നമുക്ക് അങ്ങനെ ഇറക്കം വണ്ണം ഇത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് നീട്ടി വെട്ടിയാലേ അതങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു കെട്ടിട്ട് കുറച്ച് ഇത് ബോൾ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ കുറച്ച് ബോൾ ഉണ്ടാക്കാം. ബോൾ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലേ. ബോൾ ഉണ്ടാക്കണത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ബോൾ ഉണ്ടാക്കണം. നമുക്കിത് ഇങ്ങനെ തയ്ച്ചെടുക്കണം. ഇത് തെർമോക്കോള് അതിനകത്ത് ഒരേ കണക്കുള്ള ബോൾ എടുക്കണം കേട്ടോ. ഇതിൽ പല സൈസ് കിടക്കും. നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെയാണ്, പല സൈസ് ഒരു സൈസിൽ കിട്ടത്തില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു തുണിയിൽ വെച്ച് പിടിക്കുക. എന്നിട്ട് ഒരു ഉരുട്ട് കൊടുക്കുക. എന്നിട്ടൊരു നൂലെടുത്ത് ഒരു കെട്ട് കെട്ടുക. ചുറ്റി ഒന്ന് കെട്ടുക ടൈറ്റ് ചെയ്ത്. എന്നിട്ടൊരു കെട്ടിട്ട് കുറച്ചൊരു തയ്ക്കാൻ കണക്കിന് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ബോൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് പഴയ ഉടുപ്പിലൊക്കെ ഈ ബോൾ ഉണ്ടാക്കി എടുക്കുക, ബോൾ വെക്കുക. കാരണം നല്ലൊരു മോഡലാണത്. ഈ ബോൾ വെച്ചെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരു 4 5 6 ബോൾ ഉണ്ടാക്കി എടുക്കാം. 6 ബോളൊക്കെ മതി. നമ്മള് ഇതിന് കുറച്ചൊരു ബോൾ ഉണ്ടാക്കി. ഞാനിവിടെ 6 ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ തുണി തന്നെ കിട്ടണമെന്നില്ല. കാരണം പഴയ ഉടുപ്പൊക്കെ ആകുമ്പോൾ അതിന്റെ തുണിയെ നിങ്ങൾ പുറത്ത് കൊടുത്ത് തച്ചതാണെങ്കിൽ അതിന്റെ വിറ്റൊന്നും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, ഇതിലുള്ള ഏതെങ്കിലും ഒരു കളർ വെച്ചാൽ ഇതിൽ ബോൾ കൊടുക്കുമ്പോൾ ഈ മെറൂൺ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ ഏതെങ്കിലും കളർ കൊടുത്താൽ മതി കേട്ടോ. ഈ ബോള് നമ്മള് ഇപ്പൊ 6 ബോളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 6 ബോൾ കേട്ടോ. 6 ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ കഴുത്ത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിക്കോണം ആദ്യം. എന്നിട്ട് കുറച്ച് വരുമ്പോ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇതിപ്പോ 7 ഇഞ്ച് കഴുത്ത് വൈഡുണ്ട്, 7.5 ഇഞ്ച് കഴുത്ത് വൈഡുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പറയാ, ഇതിന്റെ നേരെ നടുക്കായിട്ട് ഈ ഉടുപ്പിന്റെ നേരെ കഴുത്ത് 2ആയിട്ട് ഇങ്ങനെ മടക്കുക. ഇതിപ്പോ കറക്റ്റ് അളവാണ്, രണ്ടും ഒരേപോലത്തെ അളവാണ് കേട്ടോ. കഴുത്തിന്റെ നമുക്ക് ലെന്തും ഇതിന്റെ ഇങ്ങനെ വെച്ച് പിടിക്കുക. ഈ ലെന്ത് ഈ സ്ക്വയർ ഭാഗം വരുന്നിടത്ത് വെച്ച് പിടിക്കുക. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ നേരെ പകുതി എടുക്കുക. കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചരിഞ്ഞു പോവേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പറയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നേരെ പകുതി നമ്മൾ വയ്ക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ഇവിടെയും ഈ ഒരു സൈഡ് ഇങ്ങോട്ടും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഒരു മുട്ട് പിന്ന് കുത്തണം. ഒരു മുട്ട് പിന്ന് കുത്തുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ ഇവിടെ ഒരു മുട്ടുപിന്ന് കുത്തിയിട്ട്, നമുക്ക് ഈ മിഡിൽ പിടിക്കാൻ എളുപ്പ വഴിയാണ് കേട്ടോ. ഇവിടെ ഒരു മുട്ടുപിന്ന് കുത്തിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കിയാൽ മതി. ഇവിടെ ഒരു മുട്ടുപിന്ന് കുത്തിയിട്ട് ഈ സൈഡ് നോക്കണം കറക്റ്റ് ആണോ എന്ന്. അപ്പൊ നമുക്ക് കറക്റ്റ് മിഡിൽ തന്നെ കിട്ടും. അല്ലാതെ നമ്മൾ ചിലപ്പം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് അകലമാണെങ്കിൽ ഒരു 1/4 ഇഞ്ചിന്റെ വ്യത്യാസം മതി നമുക്ക് ചരിഞ്ഞ് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ഒരു 2 മുട്ടുപിന്നോ 3 മുട്ടുപിന്നോ കുത്താതെ കണ്ട. ഇവിടെ ഇതിപ്പോ കണക്കാണ്, ഞാൻ ഇവിടെയും പിടിച്ചിട്ടുണ്ട് ഇവിടെയും പിടിച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ
അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ ലൈന് കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ 2 മുട്ടപ്പിന് കുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റ് മിഡിൽ അറിയാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. 5 ഇഞ്ചിൽ ഇവിടം വരെ. അപ്പൊ നമ്മൾ ഇതിനെ ഇത് നമുക്ക് 7.5 ഇഞ്ചാണ് ഉള്ളത്. അറിയാലോ, ഇതിന്റെ വിത്ത് എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇവിടെ ഉള്ളത്. കണ്ടോ, 7.5 ഇഞ്ച് കറക്റ്റ് 7.5 ഇഞ്ച് ഉണ്ട്. അപ്പൊ നമുക്കത് എത്ര കുറയുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മളിവിടെ അങ്ങ് കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ കഴുത്തിന്റെ നടുക്ക് വെച്ചിട്ട് കട്ട് കൊടുക്കുവാണ്. ഇത്രയും നമ്മളിങ്ങനെ കട്ട് ചെയ്തു. കണ്ടോ, ഇത്രയും നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ പിന്ന് ഇനി അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ പിന്നിന്റെ ആവശ്യം ഇനിയില്ല. അപ്പൊ നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്കിതിനെ ഈ ബോളൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്കിതാ ഈ ബോളിനെ ഒന്ന് തയ്ച്ചെടുക്കാം അല്ലെ. നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നടുക്ക് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോളൊന്ന് തയ്ച്ചെടുക്കാം. ഈ ബോളാണ്. നമ്മൾ ബോള് തയ്ക്കുമ്പോൾ കാണാമല്ലോ, ഇങ്ങനെ ബോള് ഭാഗം ഇങ്ങോട്ടാണ്. ഈ തയ്യൽ തുമ്പ് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് വരണം. അപ്പൊ കുറച്ചൊന്ന് കയറ്റി തയ്ക്കുക. അതായത് 1/2 ഇഞ്ചിനകത്ത് 1/4 ഇഞ്ചിന് മുകളിലോട്ട് തയ്യൽ തുമ്പ് 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് തയ്ക്കുക. എന്നിട്ട് എൻഡിലോട്ട് വരുമ്പോൾ കുറച്ച് കൊണ്ടുവരണം. തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ അവിടെ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻഡിലോട്ട് വരുംതോറും തയ്യൽ തുമ്പ് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. ആദ്യം നെക്കിന്റെ ഭാഗത്തുനിന്ന് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക. താഴോട്ട് വരുംതോറും തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരണം. നമ്മളിവിടെ 6 ബോളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ 8 എണ്ണോ 7 എണ്ണോ ഒക്കെ എടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പോൾ 6 എണ്ണം എടുത്തിട്ടുള്ളൂ. എനിക്ക് 6 എണ്ണം മതി. അപ്പൊ ഞാൻ 6 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എൻഡ് വരുമ്പോ നമ്മൾ തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ കൂടിപ്പോവും. ഇതിന്റെ ഈ ബോളിന്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, നമ്മളിങ്ങനെ തച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, മുകള് ഇവിടെ നിന്ന് കൂടുതലും ഇങ്ങോട്ട് വരുമ്പോ എൻഡിൽ വരുമ്പോ കുറച്ച് കൊണ്ടുവരണം. എന്നാലും നമുക്ക് കഴുത്ത് കുറഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഇതുമായിട്ട് ചേർത്ത് പിടിക്കുക. ഇതിവിടെ നമ്മൾ ബാലൻസ് കിടക്കരുത്, കറക്റ്റ് അളവിന് വരണം. കാരണം അല്ലെങ്കിൽ കഴുത്ത് വൃത്തികേടായിപ്പോകും കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഇതിനകത്ത് ഇതോടെ അതിന്റെ അളവിന് തച്ചെടുക്കുക. ആ ബോള് വെളിയിൽ വരത്തക്ക രീതിയിൽ തച്ചെടുക്കുക. ഒരു കെട്ടിടണം, നല്ല കെട്ടിടണം, അല്ലെങ്കിൽ അവിടെ വിട്ടുപോകും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ തയ്ച്ചെടുത്ത് അതുപോലെ തന്നെ ആദ്യം കൂട്ടിയിട്ട് പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ കൂടിപ്പോകും. അവിടെ കൊണ്ടുവന്ന് തയ്യൽ കൂടി കിടക്കും. നമുക്കൊരു വൃത്തികേടായിരിക്കും, ഭംഗിയായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്കൊരു 6 ബോൾ വന്നിട്ടുണ്ട്. 6 ബോളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. 6 ബോൾ, കറക്റ്റ് 6 ബോൾ കണ്ടല്ലോ. അപ്പൊ നമുക്കിനി ഇവിടെ ഇതിന്റെ പുറത്തൂടെ ഒരു കറുത്ത നൂലിയല്ല, കറക്റ്റ് നൂലിട്ടടിക്കണം കേട്ടോ. ഒരു തയ്യൽ വെച്ചെടുക്കാം. ഒന്നെന്ന് വെച്ചാല് അത് ഒന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കെട്ടിട്ട് ഒരു തയ്യൽ വെച്ചെടുക്കണം. നമുക്കിതിൽ മെറൂൺ കളർ ബോൾ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു കളർ, അതായത് ഈ ഉടുപ്പിലുള്ള ഏതെങ്കിലും ഒരു കളർ ബോൾ നമുക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ കാണാമല്ലോ, കഴുത്ത് കറക്റ്റ് 6 ഇഞ്ചും തികച്ചില്ല കണ്ടോ. 6 ഇഞ്ചിനകത്തേ ഉള്ളൂ. 7 ഇഞ്ച് കഴുത്തുണ്ടായിരുന്നത് നമുക്കിപ്പോൾ ഒരു 6 ഇഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് വലിയ കഴുത്തല്ല, ചെറിയ നെക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഒരുപാട് നെക്ക് കുറച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് തയ്ക്കുമ്പോൾ ഈ ബോൾ വെച്ച് തയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കൂട്ടിയെടുക്കുക. ഒരുപാട് കൂട്ടല്ല, ഒരുപാട് കൂട്ടിക്കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ വീതി കൊടുക്കും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊരു കൂട്ടിയെടുക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ കുറച്ച് ഇവിടെ എൻഡിൽ വരുമ്പോൾ ഒരു നേരിയ അളവിന് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരുപാട് ചെറിയ വിദ്യകളുണ്ട്. ഇച്ചിരി സമയം, ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ കഴുത്തൊന്ന് കുറച്ചെടുക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറുതാക്കാം. ഒരുപാട് വഴികളുണ്ട് കഴുത്ത് വലുതായാൽ ചെറുതാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക്
കൈ ചെറുതായിപ്പോയി വലുതാക്കാനോ, അല്ലെങ്കിൽ വലുതായിപ്പോയി ചെറുതാക്കാനോ, സ്ലിറ്റ് കയറിപ്പോയി ഇറക്കാനോ, ഇറങ്ങിപ്പോയി സ്ലിറ്റ് കയറ്റാനോ, കഴുത്ത് ചെറുതാക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കിപ്പോൾ നല്ലൊരു ഡ്രസ്സാണ് എടുത്ത് അയൺ ചെയ്തപ്പോൾ ഒരു ചെറിയ ഫാൾട്ട് വന്നു, അപ്പൊ അതെന്തെങ്കിലും നമുക്കൊരു ചെറിയ ഞെടുക്കു പണിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങളെ ഷെൽഫിനകത്ത് ഒത്തിരി തുണികൾ നിങ്ങൾക്ക് ഇടാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും അല്ലേ, നല്ല ക്യാഷൊക്കെ കൊടുത്ത് തുണിയൊക്കെ വാങ്ങിച്ച് തയ്ച്ച് അത് എന്തെങ്കിലും ഫാൾട്ടായ ഇടാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് വിഷമാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷമാവും. പ്രത്യേകിച്ച് ലേഡീസിന് ഈ ഡ്രസ്സിനോട് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതുപോലെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെറുതാക്കി ശരിയാക്കി എടുക്കാൻ പറ്റും. അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ കടയിലൊന്നും കൊണ്ടുപോകാതെ തന്നെ ഇതുപോലെ ചെറിയത് 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ. കണ്ടോ, ഈ നെക്ക് തന്നെ എനിക്ക് ഇടാൻ പറ്റാണ്ട് ഒരുപാട് വലുതായി ഇരുന്നതാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് ഇടാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതെനിക്ക് ഒത്തിരി വലുതായിരുന്നതാണ്. ഒരുപാട് കഴുത്ത് ഒരു ലൂസും ഇച്ചിരി വൈഡ് കൂടിയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റാതിരുന്ന ഒരു ഉടുപ്പാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉടുപ്പാണ്. നല്ല അജിറക്കാണ് കേട്ടോ. ഇത് ഒറിജിനൽ വെജിറ്റബിൾ പ്രിന്റിന്റെ അജിറക്കാണ്. നമ്മളെ ഷോപ്പിലുണ്ടാകുന്ന തുണിയാണ്. ഇതൊക്കെ പെട്ടെന്ന് തീർന്നു. ഇനി കുറെ ഉപയോഗമില്ലാത്ത കുറെ കളറുകൾ മാത്രമേ ഉള്ളൂ. നല്ല കളറൊക്കെ പെട്ടെന്ന് തീർന്നു. നല്ല ഒറിജിനൽ അജിറക്ക് പീസാണ്. ഇത് കൽക്കട്ടയിൽ നിന്ന് ഞാൻ ഇറക്കിയതാണ്. പക്ഷെ നല്ല തുണിയാണിത്. നല്ല ഇടാൻ നല്ല സുഖമാണ്. നല്ല പ്യുവർ കോട്ടനുമാണ്. പക്ഷെ എനിക്ക് കളയാനും മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടത് കാരണം എന്റെ ഡ്രസ്സ് ശരിയായി കിട്ടി. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്റെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തയ്ച്ചെടുക്കാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയതിരുന്നാൽ തയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത് കാരണം എന്റെ തുണികളൊക്കെ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തയ്ക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്കൊരു താങ്ക്സ് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ കൊച്ചു കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. പിന്നെ എപ്പോഴും നമുക്ക് ഒരുപോലെ ഇരിക്കത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് വരും. നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, ബൈ.